ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിൻ്റെയും LDC എക്സാമിൻ്റെയും LGS എക്സാമിൻ്റെയും ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഒരു വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അപ്പോൾ 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ലാഹോർ സമ്മേളനത്തിലാണ് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചതും സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചതും. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഖേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. അപ്പോൾ ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഖേദ സമരം, ചമ്പാരൻ സമരം എന്നിവയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ? മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അപ്പോൾ 1ഉം 2ഉമാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങൾ അല്ലാതിരുന്നത്. അപ്പോൾ ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ? AV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ AV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സുമായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1798 നടപ്പാക്കിയത്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് 1798. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ അനുസരിച്ച് അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് 1798. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം എന്നതായിരുന്നു വ്യവസ്ഥ. അടുത്ത ചോദ്യം നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. അപ്പോൾ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നീ പേരുകളാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി പറയപ്പെട്ട പേരുകൾ. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകളാണ് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അയർലൻഡ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചത്. അപ്പോൾ അയർലൻഡിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മണിപ്പൂർ. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂരാണ്. അപ്പോൾ മണിപ്പൂരിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാർലമെൻറ്റിന്. അപ്പോൾ പാർലമെൻറ്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത്. അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം TK മാധവൻ,
ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് ടി.കെ. മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് കെ കേളപ്പൻ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം. ഏതൊക്കെയാണ് നോക്കാം. വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ രചനകൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ രചനകളിൽ ഉൾപ്പെടുന്നതാണ് വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവ. അപ്പോൾ വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവയൊക്കെ ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ്. അടുത്ത ചോദ്യം നോക്കാം. ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം 4ഉം. ഏതൊക്കെയാണ് നോക്കാം. 1 കോവിലകത്തും വാതുക്കൽ, 2 തൃശ്ശൂർ പൂരം ആരംഭിച്ചു, 4 കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. അപ്പോൾ ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടതാണ് കോവിലകത്തും വാതുക്കൽ, തൃശ്ശൂർ പൂരം ആരംഭിച്ചത്, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതത്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠസ്വാമി. അപ്പോൾ വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. അപ്പോൾ സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 4 മാത്രം. അപ്പോൾ 4ാമത്തെ പ്രസ്താവനയാണ് ആറ്റിങ്ങൽ കലാപവുമായി യോജിക്കാത്ത പ്രസ്താവന. അപ്പോൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കലാപകാര്യങ്ങളിൽ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കലാപകാരികൾ പിടിച്ചെടുത്ത കോട്ടയാണ് ഏഞ്ചലോ കോട്ടോ. അപ്പോൾ ആറ്റിങ്ങൽ കലാപം 1721 നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ്. കലാപകാരികൾ ഏഞ്ചലോ കോട്ടോ പിടിച്ചെടുത്തു. അടുത്ത ചോദ്യം നോക്കാം. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ്. അപ്പോൾ 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് ആണ് 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാർ. അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇടുക്കി. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ബാർലി. അപ്പോൾ ബാർലി ഒരു ഖാരിഫ് വിളയല്ല. ചോളം, നെല്ല്, പരുത്തി എന്നിവയാണ് ഖാരിഫ് വിള. അപ്പോൾ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് ചോളം, നെല്ല്, പരുത്തി എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1998 മെയ് 17. അപ്പോൾ 1998 മെയ് 17 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1998 മെയ് 17 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയാണ് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1998 മെയ് 17. അടുത്ത ചോദ്യം നോക്കാം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തകഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പെരുങ്കുളം. അപ്പോൾ 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തകഗ്രാമമായി പ്രഖ്യാപിച്ചത് പെരുങ്കുളത്തെയാണ്. അപ്പോൾ പെരുങ്കുളത്തെയാണ് 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തകഗ്രാമമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൾ.